പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ 10 തിങ്കളാഴ്ച എല്ലാവരും വീണ്ടും ജോലിക്കും സ്കൂളിലൊക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് ദിവസം മാറിപ്പോൾ. അപ്പോൾ വീണ്ടും എല്ലാവരും സ്കൂളിലോട്ടും ജോലിക്കൊക്കെ പോകുന്ന ദിവസമാണ്. നമ്മളപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ പ്രധാനമായിട്ടൊരു വാർത്തയെന്ന് പറയുന്നത് മതസംവരണം വേണ്ടെന്ന് സുപ്രീം കോടതി. അതായത് മതങ്ങളുടെ അടിസ്ഥാനത്തിലും സംവരണം വേണ്ടെന്ന് സുപ്രീം കോടതി വിധിയാണ്. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട 77 വിഭാഗങ്ങളെ ഇതര പിന്നോക്ക വിഭാഗത്തിൽപ്പെടുത്തി സംവരണം നൽകി ബംഗാൾ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. അപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട 77 വിഭാഗങ്ങളെ ഇതര പിന്നോക്ക വിഭാഗത്തിൽപ്പെടുത്തി സംവരണം നൽകിയ ബംഗാൾ സർക്കാരിന്റെ നടപടിയും സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ മമത സർക്കാർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ സുപ്രധാന വക്കാലുള്ള നിരീക്ഷണം. മതസംവരണം ഭരണഘടനാ വിരുദ്ധമായതിനാലാണ് ബംഗാൾ സർക്കാർ നടപടി നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയത്. അപ്പം മതസംവരണം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ടാണ് ബംഗാൾ സർക്കാരിന്റെ നടപടി നേരത്തെ തന്നെ ഹൈക്കോടതി റദ്ദാക്കിയത്. എന്നാൽ ബംഗാൾ സർക്കാർ അവരെ മുസ്ലിങ്ങളാക്കിയിട്ടല്ല സംവരണം നൽകിയതെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിക്കുകയും ചെയ്തു. ബംഗാളിൽ 27 മുതൽ 28% വരെ ന്യൂനപക്ഷമുണ്ടെന്നും അവരുടെ അടിസ്ഥാനത്തിലാണ് സംവരണമെന്നും സിബൽ പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് 10% സംവരണം നൽകാൻ രംഗനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്താണ്, അപ്പോൾ മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് സംവരണം നൽകുന്ന നടപടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതോടെ 12 ലക്ഷം പേരുടെ OBC സർട്ടിഫിക്കറ്റ് റദ്ദായെന്നും സിബൽ തുടർന്നു. അപ്പോഴാണ് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ലെന്ന് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞത്. ആന്ധ്ര സർക്കാർ മുസ്ലിങ്ങളിലെ ചില വിഭാഗങ്ങൾക്കും സംവരണം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കുകയും അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും സിബൽ ചൂണ്ടിക്കാട്ടി. പിന്നോക്ക കമ്മീഷണറെ മറികടന്നും ഒരു സ്ഥിതി വിവരക്കണക്ക് ശേഖരിക്കാതെയുമാണ് ബംഗാൾ സർക്കാർ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയതെന്നാണ് ഹർജിക്കാരനു വേണ്ടി ഹാജരായ PS പട്വാലിയ പറഞ്ഞത്. അപ്പോൾ ഇതോടെ ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതോടെ 12 ലക്ഷം പേരുടെ OBC സർട്ടിഫിക്കറ്റാണ് റദ്ദാക്കിയത്. അപ്പം മതാടിസ്ഥാനത്തിൽ സംവരണം വേണ്ടെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാടില്ലെന്ന നിരീക്ഷണമായി സുപ്രീം കോടതി. പശ്ചിമ ബംഗാളിലെ മുസ്ലിം സമുദായത്തിനകത്തെ 76 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയതിനെ സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച്. സത്യത്തിൽ സംവരണം എന്ന് പറയുന്നത് പല കാര്യത്തിലും നെഗറ്റീവായിട്ടും ബാധിക്കാറുണ്ടല്ലേ. കാര്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു സർക്കാർ ജോലിക്കൊക്കെ കൊടുക്കുമ്പോഴും സംവരണത്തിന്റെ ബേസിൽ കൊടുക്കൂല. അപ്പം ആൾക്കാരുടെ കഴിവിനെ നോക്കാതെ സംവരണത്തിന്റെ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കഷ്ടപ്പെട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരുടെ പോകും. അതെ. അപ്പോൾ 2010 ശേഷമുള്ള 12 ലക്ഷം OBC സർട്ടിഫിക്കറ്റുകൾ വിധി കാരണം റദ്ദാക്കിയിരുന്നു. ഇന്നലെ വിഷയത്തിൽ വാദം കേൾക്കവേ സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകാനാകില്ലെന്ന് ജസ്റ്റിസ് ഗവായി പറഞ്ഞു. അതേസമയം സംവരണത്തിനായി സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി റദ്ദാക്കാൻ ഹൈക്കോടതി കഴിയുമോ എന്നും സംശയമുന്നയിച്ചു. ഇന്ദിരാസാഗ്നി വിധിയിൽ പിന്നോക്ക വിഭാഗത്തെ കണ്ടെത്താനും OBC പട്ടികയിൽ ഉൾപ്പെടുത്താനുമുള്ള അധികാരം എക്സിക്യൂട്ടീവിനാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മതം മാത്രം അടിസ്ഥാനമാക്കിയാണ് മുസ്ലിം സമുദായത്തിലെ 76 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് കൽക്കട്ട ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് മുസ്ലിം സമുദായത്തെ ആകെ അപമാനിക്കുന്ന നടപടിയാണെന്നും നിരീക്ഷിച്ചിരുന്നു. അപ്പം മുസ്ലിം സമുദായത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അടിസ്ഥാനമാക്കിയത് പിന്നോക്കാവസ്ഥയെന്ന്. ശരിക്കും പിന്നോക്കര് മുന്നേക്കര് എന്നൊക്കെ പണ്ട് കാലഘട്ടത്ത് സവർണര് അവർണര് എന്നൊക്കെ നമ്മൾ പറയായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിലും വന്നിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമുക്കിപ്പം വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും കോളേജിൽ അഡ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും സംവരണത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സീറ്റ് അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം അർഹതപ്പെട്ടവർക്ക് ശരിക്കും അത് ചൂഷണം ചെയ്യുന്ന ഒരു ഇതും ഉണ്ട്. പക്ഷെ പിന്നോക്ക വിഭാഗമാണെന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിക്കളയുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ടും സാഹചര്യം. അപ്പൊ ജാതി നോക്കാതെ എല്ലാവർക്കും കഴിവിന്റെ അടിസ്ഥാനത്തിലും അർഹതപ്പെട്ടത് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ചില സ്ഥലങ്ങളിൽ ഇവർ അവർണര് അല്ലെങ്കിൽ മറ്റൊരു സവർണര് ആ ഒരു രീതിക്ക് മുന്നോക്കര്
ഇവർ പിന്നോക്കർ, അങ്ങനത്തെ ഒരു രീതി കാണിക്കുന്നവരുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ളവരും നമുക്ക് കിട്ടുമല്ലോ, ഇപ്പം അഡ്മിഷൻ ആണെങ്കിലും ജോലി ആണെങ്കിലും നമുക്ക് കിട്ടുമല്ലോ, മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് മുൻഗണന ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് അത് ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ട്. അപ്പം സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട എന്നുള്ള ഒരു രീതിക്കാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അതെ. വേറൊരു ന്യൂസാണ്. 2 മാസം വയോവന്ദന കാർഡുകൾ 25 ലക്ഷം ലഭ്യമാക്കിയത് 40 കോടിയുടെ ചികിത്സ. അപ്പോൾ വയോധികർക്ക് വരുമാന പരിധി ഇല്ലാതെ 5 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിക്ക് വൻ സ്വീകരണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 29 തുടക്കം കുറിച്ച ആയുഷ്മാൻ വയോവന്ദന കാർഡുകൾ 2 മാസത്തിനുള്ളിൽ 25 ലക്ഷം എന്ന നാഴികക്കല്ലിലെത്തി. അപ്പം ഒക്ടോബർ 29 ഇതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇത് 2 മാസം കൊണ്ട് 25 ലക്ഷം എന്ന നാഴികക്കല്ലിൽ എത്തിയിരിക്കുകയാണ്. 70 വയസ്സും കൂടുതലുള്ളവർക്കും 40 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കി കഴിഞ്ഞു. അപ്പോൾ 70 വയസ്സും അതിൽ കൂടുതലുള്ളവർക്കും 40 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ലഭ്യമാക്കിയത്. കൊറോണറി ആർജിയോപ്ലാസ്റ്റി, ഇടുപ്പൊടിവ് മാറ്റിവയ്ക്കൽ, പിത്തസഞ്ചി നീക്കം ചെയ്യൽ, തിമിര ശസ്ത്രക്രിയ, പ്രോസ്റ്റേറ്റ് റിസെക്ഷൻ, പക്ഷാഘാതം, ഹീമോ ഡയാലിസിസ്, എൻറ്ററിക് ഫീവർ, ജ്വര സംബന്ധമായ മറ്റ് രോഗങ്ങൾ തുടങ്ങിയവയ്ക്കാണ് മുതിർന്ന പൗരന്മാർ ചികിത്സ തേടിയത്. ഇതിനകം പദ്ധതിയുടെ കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം വരെ അധിക ടോപ്പ് പരിരക്ഷയും ലഭിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതി, എക്സ് സർവീസ് മെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി, ആയുഷ്മാൻ, കേന്ദ്ര സായുധ പോലീസ് സേന എന്നിവരുൾപ്പെടെ വിവിധ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള പദ്ധതികളിൽ എന്തെങ്കിലും ഒന്നോ അതിലധികമോ ആയുഷ്മാൻ ഭാരതോ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ പ്രായമായവർക്ക്, അപ്പോൾ 70 വയസ്സിൽ കൂടുതലുള്ളവർക്ക് അധികമായിട്ടുള്ള ചികിത്സ നൽകുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് പൈസയൊന്നും ഇല്ലാത്തവരാണ്. ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണിത്. അപ്പോൾ എന്താണല്ലോ ഇത് 2 മാസത്തിനുള്ളിൽ 25 ലക്ഷം എന്ന നാഴികക്കല്ലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണല്ലോ അത് കുറെ ആൾക്കാരൊക്കെ ചെയ്തു തോന്നുന്നു. കുറെ പേർക്ക് ആയുഷ്മാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി എന്തുവാ, അപ്പൊ അത് 70 വയസ്സിന് ശേഷം എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി ഉള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. കാര്യം 5 ലക്ഷം രൂപയോളം കിട്ടുമല്ലോ. ഇപ്പൊ ശസ്ത്രക്രിയ എല്ലാവർക്കും പ്രായമായി കഴിഞ്ഞാൽ കണ്ണിന് തിമിരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൗജന്യമായിട്ട് അങ്ങനത്തെ ശസ്ത്രക്രിയയൊക്കെ ഇത്തരം ഫണ്ട് ഉപയോഗിച്ച് ചില ആശുപത്രികളൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആശുപത്രിയിൽ അത് നടക്കും എന്നുള്ള രീതിക്ക്. അപ്പം അത് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു പദ്ധതി തന്നെയാണ്. ഇതിന് രജിസ്ട്രേഷൻ ആയിട്ട് പട്ടികയിലെ അടുത്തുള്ള ആശുപത്രികളിൽ സമീപിക്കാം. സ്വയം രജിസ്ട്രേഷൻ യോഗ്യതയുള്ള പൗരന്മാർക്ക് ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ www.beneficiary.nha.government.in സന്ദർശിക്കാം. ആയുഷ്മാൻ വയോവന്ദന കാർഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 14555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ പിന്നെ ഒരു നമ്പർ എന്ന ഈ നമ്പറിൽ മിസ്ഡ് കോൾ നൽകുകയോ ചെയ്യാം. അപ്പോൾ അത് ജന്മഭൂമി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ അതുപോലെ രജിസ്ട്രേഷൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാം. അതെ, ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉപയോഗിക്കുക നല്ലതായിരിക്കും. അടുത്താണ് വേറൊരു ന്യൂസാണ്. മുനമ്പം ലീഗും കോൺഗ്രസും 2 തട്ടിൽ, പ്രതിസന്ധിയിലായി VD സതീശൻ. അപ്പം മുനമ്പം കേസ് അത് വലിയൊരു വിവാദമായിട്ടുള്ളൊരു കേസായിരുന്നു. അപ്പോൾ ലീഗും കോൺഗ്രസും അതിനകത്ത് ലീഗും കോൺഗ്രസും 2 തട്ടിലായിരിക്കണം. മുനമ്പത്തേക്ക് വഖഫ് എന്ന വാദവുമായി കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തിയതോടെ അടിപതറി കോൺഗ്രസും VD സതീശനും. അപ്പം മുനമ്പത്ത് വഖഫ് ഭൂമി എന്ന വാദവുമായി കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തിയതോടെ പടിപതറിയിരിക്കുകയാണ് കോൺഗ്രസും VD സതീശനും. KM ഷാജി, MK മുനീർ എന്നിവർക്ക് പുറമെ ED മുഹമ്മദ് ബഷീർ കൂടി ഇതേ അഭിപ്രായമായി രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് തള്ളാതെ മുന്നോട്ട് പോയ പാണക്കാട് സൗദി ഖലീം തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സമ്മർദ്ദത്തിലാവുകയായിരുന്നു. മുനമ്പം വഖഫ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും ഇരുവർക്കും പറയേണ്ടി വന്നതോടെയാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലായത്. അപ്പം മുനമ്പം എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണെന്നും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് ഇരുവർക്കും പറയേണ്ടി വന്നതോടെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായത്.
മുനമ്പത്തേക്ക് വകഭൂമി ഇല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ലെന്നും വി ഡി സതീശന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു KM ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ വിഷയത്തിൽ ഷാജിയെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി ശക്തമായ ഭാഷയിലാണ് ഇതിന് മറുപടി നൽകിയത്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റ് സൗദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. അപ്പോൾ വിവാദം ഷാജിയിലൂടെ അവസാനിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും സൗദിഖ് അലിയും തങ്ങളും കരുതിയിരുന്നെങ്കിലും അത് തെറ്റിപ്പോവുകയായിരുന്നു. അപ്പം ഇപ്പൊ ലീഗും കോൺഗ്രസും തമ്മിൽ വീണ്ടും രണ്ട് രണ്ടുപേരും വിഭജിച്ചിരിക്കുന്ന രീതിക്ക് അല്ലേ? അതെ, രണ്ട് അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്കിടയിൽ ഒരു തർക്കം വന്നിരിക്കുകയാണ്. എന്താണ് നോക്കാടുത്ത്. അടുത്തത് AI തൊഴിൽ സാധ്യതയെക്കുറിച്ച് ചാണ്ടി ഉമ്മൻ പറയുന്നത്. AI തൊഴിൽ സാധ്യത കൂട്ടുമെന്നാണ് ചാണ്ടി ഉമ്മൻ്റെ അഭിപ്രായം. നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യത സൃഷ്ടിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ MLA ഉന്നത വിദ്യാഭ്യാസ വകുപ്പും IHRDയും സംയുക്തമായി നടത്തുന്ന ത്രിദിന ജനറേറ്റീവ് AI അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന നിർമ്മിത ബുദ്ധിയും യുവജന ശാക്തീകരണവും സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI കടന്നുവരവ് തൊഴിലവസരം നഷ്ടപ്പെടുത്തുകയില്ല. AI പഠിച്ചെടുത്താൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കും. അപ്പം ചിലവർ പറയുന്നുണ്ട് AI കടന്നുവരവ് നമ്മുടെ കഴിവുകളെ നശിപ്പിക്കുന്ന കാര്യം. എന്തുണ്ടെങ്കിലും ഇപ്പം AI നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വരും. ഇപ്പോൾ ഒരു essay ആണെങ്കിൽ പോലും അങ്ങനെ കിട്ടും. അപ്പം പക്ഷെ അത് നമ്മുടെ കഴിവിനെ നശിപ്പിക്കുമെന്ന് ഒരു ഭാഗം ആൾക്കാർ പറയുമ്പോൾ ചാണ്ടിയമ്മൻ പറയുന്നതാണ് നശിപ്പിക്കത്തില്ല, അത് വേണ്ട വിധത്തിൽ പഠിച്ച് ഉപയോഗിച്ചാൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ്. AI കടന്നുവരവ് തൊഴിലവസരം നഷ്ടപ്പെടുത്തുകയില്ല. AI പഠിച്ചെടുത്താൽ ജോലി സാധ്യത വർദ്ധിക്കും. യുവജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ശരിയായ സമീപനമാണ് വേണ്ടതെന്നും പറഞ്ഞു. PSC പരീക്ഷ എഴുതി ജോലി നേടുന്നവർ റിട്ടയർമെന്റ് വരെ ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ വിവരസാങ്കേതിക മേഖലയിലെ തൊഴിൽ സ്വഭാവം അനുദിനം മാറുകയാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ അകലങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളത് വേണ്ട വിധത്തിൽ അതെ എല്ലാ കാര്യത്തിലും എവിടെ പോയാലും AI ഉണ്ട്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ AI ക്യാമറ, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇതിൽ നോക്കുവാണെങ്കിൽ ഓരോ ദിവസവും ഓരോരോ സാങ്കേതിക AI വെച്ച് ഓരോ നിർമ്മിത ബുദ്ധിയുടെ ഓരോ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വേണ്ട വിധത്തിൽ പഠിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലി സാധ്യത ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെ, അതെന്താണെന്നും നെഗറ്റീവ് ആകുമ്പോൾ ഒരു പോസിറ്റീവ് വശം കാണും. എന്താണെന്നും നോക്കാം. വേറൊരു ന്യൂസാണ്. 3 പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ ഭൂരിഭാഗം തരിശാകും. ന്യൂഡൽഹിയിൽ നിന്നാണ്. അടുത്ത 3 പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയിലെ കരപ്രദേശത്തിന്റെ 77% വരണ്ടുണങ്ങുമെന്നും മരുഭൂവൽക്കരണത്തിനെതിരായ UN കൺവെൻഷൻ. ഇതേ കാലയളവിൽ ആഗോള തരിശുഭൂമി 43 ലക്ഷം ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിക്കും. അതായത് അടുത്ത 3 പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ കരപ്രദേശത്തിന്റെ 77% വരണ്ടുണങ്ങുമെന്നാണ് മരുഭൂവൽക്കരണത്തിനെതിരായ UN കൺവെൻഷൻ പറയുന്നത്. അപ്പോൾ ഇതേ കാലയളവിൽ തന്നെ ആഗോള തരിശുഭൂമി 43 ലക്ഷം ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പം വരും ഇത്. സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന 16ാമത് കോൺഫറൻസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. അപ്പം സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന 16ാമത് കോൺഫറൻസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജലാംശമുള്ള 3% പ്രദേശം കൂടി തരിശാകുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിലും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജലാംശമുള്ള 3% പ്രദേശങ്ങൾ കൂടി ഇല്ലാതാകുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 30 വർഷത്തിനുള്ളിൽ തരിശുഭൂമികളിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഇരട്ടിച്ച് 23 ലക്ഷത്തിന് മുകളിലെത്തും. അപ്പം 30 വർഷത്തിനുള്ളിൽ തരിശുഭൂമികളിൽ ജീവിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ എണ്ണം വർദ്ധിച്ച് 23 ലക്ഷത്തിന് മുകളിലെത്തും. 2100ഓടെ തരിശു പ്രദേശത്ത് ജീവിക്കുന്നവരുടെ എണ്ണം 500 കോടി കൂടുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭൂപ്രദേശം വരണ്ടുണങ്ങുന്നതും മരുഭൂമിവൽക്കരിക്കുമായിരിക്കും അന്ന് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ കാലാവസ്ഥാ വെല്ലുവിളികളിലൊന്ന്. അപ്പോൾ യൂറോപ്പിന്റെ 96% പടിഞ്ഞാറൻ US വിവിധ ഭാഗങ്ങൾ, ബ്രസീൽ, ഏഷ്യ, മധ്യാഫ്രിക്ക എന്നിവിടങ്ങളാണ് പ്രധാനമായും വരൾച്ച ബാധിക്കുന്നത്. അപ്പം
യൂറോപ്പിൻ്റെ 90%, പിന്നെ പടിഞ്ഞാറൻ വിവിധ ഭാഗങ്ങൾ, ബ്രസീൽ, ഏഷ്യ, മധ്യ ആഫ്രിക്ക എന്നിവിടങ്ങളായിരിക്കും ഈ വരൾച്ച പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ ദക്ഷിണ സുഡാനും ടാൻസാനിയയുമാണ് ഏറ്റവും കൂടുതൽ മരുഭൂമിവൽക്കരണത്തിൻ്റെ ഇരകളാവുക. ചൈനയുടെ വലിയൊരു പ്രദേശം തരിശിടമായി മാറുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തെ തരിശുഭൂമി ആവാസ വ്യവസ്ഥയിലെ പകുതിയും ഏഷ്യയിലെയും ആഫ്രിക്കയിലുമാണ്. അപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥയിലെ പകുതി എന്ന് പറയുന്നതും ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തരിശിടം കാലിഫോർണിയ, ഈജിപ്ത്, കിഴക്ക് വടക്കൻ പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ, വടക്ക് കിഴക്ക് ചൈന എന്നിവിടങ്ങളാണ്. അപ്പോൾ മഴക്കാലങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ വലുതാവുകയും വരൾച്ച സ്ഥിരപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും എത്തിച്ചേരുകയെന്നാണ് UNCCD എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഇബ്രാഹിം തിയാവ് പറഞ്ഞത്. അപ്പം മഴക്കാലങ്ങൾ തമ്മിൽ ഇടവേളകളുണ്ടല്ലോ മഴ പെയ്യുന്നതിന്. അപ്പോൾ ആ ഇടവേളകൾ വർദ്ധിക്കുകയും അതുപോലെ വരൾച്ച സ്ഥിരമാകുകയും ചെയ്യുന്നതോടെയാണ് ഈ പ്രദേശങ്ങളെല്ലാം ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വരൾച്ചയിലേക്ക് എത്തിച്ചേരുകയെന്നാണ് ഈ റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഇബ്രാഹിം തിയാവ് പറയുന്നത്. അപ്പം പിന്നെ പറഞ്ഞത് വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾക്ക് സാധാരണഗതിയിലേക്ക് തിരിച്ചെത്താനുള്ള ശേഷി നഷ്ടമാകും. അപ്പോൾ ഈ വരൾച്ച ഇപ്പോൾ ബാധിക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങൾക്ക് പിന്നീട് ആ പഴയ സ്ഥിതിയിലേക്ക് വരാനായിട്ട് കഴിയില്ല. നിലവിൽ വരൾച്ചയുള്ള പ്രദേശങ്ങൾ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് സാധാരണഗതിയിലെത്തുന്ന പ്രക്രിയയാണ് ഭൂമിയിലെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഇപ്പോൾ വേനൽക്കാലം വരാൻ നേരത്ത് ഫുള്ള് വറ്റി വരണ്ട് ഉണങ്ങിയാലും മഴക്കാലം വരുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ അവസ്ഥയിലോട്ട് വരുമല്ലോ. പക്ഷെ ആ ഒരു സംഭവം ഇല്ലെങ്കിലും മൊത്തത്തിൽ ഇത് നശിച്ചു പോകുന്നുള്ള രീതിക്കല്ലേ. മഴക്കാലങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ കുറയുകയും വലുതാകും, അതുപോലെ വരൾച്ച സ്ഥിരപ്പെടും എന്നാണ് പറയുന്നത്. ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു വരൾച്ച വന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴക്കാലം വരുമ്പോൾ നമുക്കുള്ള ജലം നമുക്ക് ആവശ്യമാണ്. ഇപ്പം മഴവെള്ള സംഭരണിയാണെങ്കിൽ പോലും അതിനകത്ത് വരെ നമ്മൾ ശേഖരിച്ച് വെക്കും. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം മാറിയും മറിച്ചും അങ്ങനത്തെ ഒരിത് വരാതിരിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ അത് നന്നായിട്ട് ബാധിക്കുമെന്നാണ്. വറ്റി വരണ്ട് ഉണങ്ങി ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഒരു 3 പതിറ്റാണ്ടിനുള്ളിൽ ഭൂമിയുടെ ഭൂരിഭാഗവും തരിശാകും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അല്ലേ. വെള്ളമില്ലാത്ത അവസ്ഥ നമുക്കറിയാം. അതെ, വെള്ളമില്ലാതെ ഒരു നിമിഷം ഒരു കാര്യത്തിനും ഏറ്റവും അത്യാവശ്യമുള്ളത്. അപ്പം അതിപ്പോൾ എന്താ മനുഷ്യരുടെ പ്രവർത്തികൾ കൊണ്ടാണ് ഭൂരിഭാഗം ഇങ്ങനെ വരുന്നത്. ഭൂരിഭാഗം തരിശാകുമ്പോഴത്തേനും എല്ലാവർക്കും അത് വലിയൊരു പ്രതിസന്ധിയായിരിക്കും. അതെ, ഇപ്പോൾ ഒരു ഭാഗത്ത് തരിശാകുമ്പോൾ അത് മറ്റുള്ളവരെ ഇപ്പോൾ വെള്ളമുള്ള ഭാഗത്തോട്ട് ആശ്രയിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെയും പ്രശ്നങ്ങളാവും. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു ദുരന്ത മുന്നറിയിപ്പ് പോലെ. നോക്കാം എന്താണെങ്കിലും. പിന്നെ വേറൊരു ന്യൂസാണ്, ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ 3ാമത്, സമ്പത്തിൽ 42% വർധന. അത് ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇരട്ടിയിലേറെയായി വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള 3ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത്. സമ്പത്തിൽ 42.1% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ UBS ആണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം സമ്പത്തിൻ്റെ കാര്യത്തിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്താണ്. 185 ശതകോടീശ്വരന്മാരാണ് രാജ്യത്തുള്ളത്. അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങളിൽ. അപ്പം ഇന്ത്യയിലുള്ളത് 185 ശതകോടീശ്വരന്മാരാണ്. അമേരിക്കയിൽ 835, ചൈനയിൽ 427. അപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ രാജ്യത്ത് സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നത്. അപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ രാജ്യത്ത് സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ ആസ്തി കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ 3 ഇരട്ടിയോളം ഉയർന്നത് $905.6 ബില്യൺ. അതായത് ഏകദേശം 76.60 ലക്ഷം കോടി രൂപ. 2023 153 ശതകോടീശ്വരന്മാരായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. അപ്പം 2023 153 ശതകോടീശ്വരന്മാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പം 185 ഒരു വർഷം കൊണ്ടാണ് 185 ഉയർന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ടാണത് 185 ഉയർന്നത്. ഇവരിൽ 55.7% പേർ സ്വയാർജിത ശതകോടീശ്വരന്മാരാണ്. അപ്പം 55.7% പേരും സ്വയം അവർ തന്നെ ശതകോടീശ്വരന്മാർ ആർജിച്ചെടുത്തതാണ്.
പിന്നെ 100 കോടി ഡോളറിന് മേൽ ഏകദേശം 8400 കോടി രൂപ ആസ്തിയുള്ളവരാണ് ശതകോടീശ്വരന്മാരെന്ന് പറയുന്നു. അപ്പം 40 ഇന്ത്യക്കാരാണ് ശതകോടീശ്വര പട്ടം ഈ വർഷം ചൂടിയത്. 7 പേർ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ നിന്നും പുറത്തായി. ഓക്കെ, അപ്പം 40 ഇന്ത്യക്കാരാണ് ശതകോടീശ്വരി പട്ടം ഈ വർഷം ചൂടിയത്. അപ്പോൾ 7 പേരും ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ നിന്ന് പുറത്താകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ശതകോടീശ്വര സംരംഭങ്ങൾ ഗണ്യമായി ഉയർച്ച റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രവചിക്കപ്പെടുന്നു. അപ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ അതെ കാര്യം ആരും ഇന്ത്യയിൽ ഇപ്പം നിൽക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എല്ലാവരും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലോട്ട് പോകും. അപ്പം തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെയാണല്ലോ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ. ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർ മറ്റു രാജ്യങ്ങളിൽ പോയി ഉണ്ടാക്കുന്ന പ്രവാസികളായിട്ടും അല്ലാതെയൊക്കെ പോയി ഉണ്ടാക്കുന്നതൊക്കെ ആ ഒരു സാമ്പത്തികത്തിൻ്റെ ഇതിലാണല്ലോ ഈ നിലനിൽപ്പെന്നൊക്കെ പറയാം. അതാണ് ഇപ്പം അമേരിക്കയുടെയും ഇതിൻ്റെയൊക്കെ കൂടുതൽ 3-ാം സ്ഥാനത്ത് എന്തോ വന്നേക്കുന്നത്. ശതകോടീശ്വരം അത് ചെറിയൊരു കാര്യമല്ല, അത്രയും രാജ്യങ്ങളുണ്ടായിട്ട് അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയത്. 2023 637.1 ബില്യൺ ഡോളർ ആയിരുന്നു, അതായത് 53.5 ലക്ഷം കോടി രൂപ ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ സംയോജിത ആസ്തി എന്നത്. ഇതാണ് 2024 905.6 ബില്യൺ ഡോളർ ആയത്. അപ്പോൾ അത്രയും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2023 153 ആയിരുന്നത് ഇപ്പം 185 അപ്പം ഇനി വർഷം കഴിയും തോറും ഇതിന് കൂടുതലാവും എന്നുള്ളതല്ലേ. അടുത്തത് JC ഡാനിയൽ പുരസ്കാരം ഷാജി എൻ കരുണിന്. JC ഡാനിയലിൻ്റെ മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് സംവിധായകൻ ഷാജി എൻ കരുണൻ അർഹനായി. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന JC ഡാനിയൽ അവാർഡ്. ചെറിയ പുരസ്കാരമൊന്നുമല്ല, 5 ലക്ഷം രൂപയും അതുപോലെ പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന JC ഡാനിയൽ അവാർഡാണ്. 2022 JC ഡാനിയൽ അവാർഡ് ജേതാവും സംവിധായകനുമായ TV ചന്ദ്രൻ ചെയർമാനും ഗായിക KS ചിത്ര, നടൻ വിജയരാഘവൻ എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയി മെമ്പർ സെക്രട്ടറിയുമായ സമിതിയുമാണ് ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഷാജി എൻ കരുണൻ എന്ന് ജൂറി വിലയിരുത്തി. 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രഹനാണ് ജി അരവിന്ദൻ്റെ ക്യാമറാമാൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്നുവെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. 70ഓളം ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. പിറവി, കാൻ ചലച്ചിത്ര മേളയിൽ പാം ഡിയോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം, കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ ഷാജി എൻ കരുണൻ നേടിയെന്ന് ജൂറി അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ഇത് ചെറിയൊരു പുരസ്കാരമല്ല. JC ഡാനിയലിൻ്റെ സിനിമകളൊക്കെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതെ, സെല്ലുലോയിഡ്. അത് അപ്പം ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുരസ്കാരമാണ്. അതിനകത്ത് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഷാജി എൻ കരുണനാണ്. അങ്ങനെ നോക്കാം. ഒരുപാട് മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ഇവർ കുറേ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ഒരു സംഘടനയുണ്ട്, അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. അടുത്തൊരു ന്യൂസാണ്. ആശങ്ക പടർത്തി അജ്ഞാത രോഗം, കോങ്കോയിൽ 79 മരണം. കോങ്കോയിൽ പടർന്നു പിടിച്ച അജ്ഞാത രോഗം ഡിസീസസ് എക്സ് എന്ന പേരിട്ടിരിക്കുന്ന രോഗം ബാധിച്ച് 79 പേരാണ് മരിച്ചത്. 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പം 79 പേരാണ് ഈ രോഗം ബാധിച്ചപ്പോൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതൽ ഇതിനകത്ത് മരിച്ചിട്ടുള്ളത്. ഇൻഫ്ലുവൻസ പോലുള്ള അസുഖം ബാധിച്ച് 376 പേരിൽ 200 പേരും 5 വയസ്സിന് താഴെയുള്ളവരാണെന്ന് ആഫ്രിക്കൻ സെൻറ്റേഴ്സ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു. ഒക്ടോബർ 24-നാണ് തെക്കു പടിഞ്ഞാറൻ പ്രവേശിയായ പാൻസിയിൽ പനി, തലവേദന, ചുമ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, വിളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളുമായി കേസുകൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി, തലവേദന, ചുമ, പിന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, വിളർച്ച തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. പിന്നെ രോഗം വായുവിലൂടെ പകരുന്നുവെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം.
കിൻഷാസയിലെ ദേശീയ ലാബിൽ രോഗികളുടെ സാമ്പിളുകളുടെ പരിശോധനകൾ പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്താകുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇറ്റലിയിലെ ലൂക്കയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 50 വയസ്സുകാരനിലും രോഗം സംശയിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളിൽ പോഷകാഹാരക്കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പകർച്ചവ്യാധിയുടെ ഉറവിടം തിരിച്ചറിയുന്നതിൽ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ പോഷകാഹാരക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ ഉറവിടം കണ്ടെത്തുന്നതിനും വളരെയധികം പ്രതിസന്ധിയാണ്. അക്യൂട്ട് ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, കോവിഡ്-19, 5-ാം പനി, മലേറിയ എന്നിവയുടെ ചികിത്സാ മാനദണ്ഡങ്ങളാണ് രോഗികൾക്ക് പരിചരണം നൽകുന്നത്. ജോഹന്നാസ്ബർഗിൽ നിന്നും ആഡിസ് അബാബയിൽ നിന്നും എത്തുന്ന സന്ദർശകർക്കായി വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കുമെന്ന് ഹോങ്കോങ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു കോവിഡിന് സമാനമായിട്ടുള്ള ഒരു രോഗമാണിത്. വായുവിലൂടെ പകരുന്നല്ലേ പറയുന്നത്. പിന്നെ പനി, തലവേദന, ചുമ, ശ്വാസം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, വിളർച്ച എന്നിവയ്ക്കാണ് ഇതിന്റെ ലക്ഷണങ്ങളും. 79 പേര് നിലവിൽ മരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 15-നും 18-നും ഇടയിലുള്ള പ്രായമായവരാണ് കൂടുതൽ മരിക്കുന്നത്. പിന്നെ 50 വയസ്സുള്ള ഒരാളിലും രോഗം സംശയിക്കുന്നുണ്ട്. ഇപ്പം വായുവിലൂടെ പകരുന്നതായതുകൊണ്ട് നമ്മളൊന്ന് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ അത് മറ്റുള്ളവരിലേക്ക് പകരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം വേറൊരു നാട്ടിലാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അത് എപ്പോൾ വേണേലും കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെയായിരുന്നല്ലോ കോവിഡ് വന്നത്. അപ്പം കാര്യം എല്ലാവരും ഇപ്പം ഇന്ത്യക്കാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഒരസുഖം വരുമ്പോൾ ചിലപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ അത് നമ്മുടെ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും കരുതലോടെ ഇരിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, നമ്മൾ അസുഖങ്ങൾ വരുത്താതിരിക്കുക, വരാതിരിക്കട്ടെ എന്ന്. പക്ഷെ ഇതിനകത്ത് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഈ അസുഖം തന്നെ ആവണമെന്നില്ല, എന്താണേലും ഹോസ്പിറ്റലിൽ കാണിക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള അതിന് പ്രതിവിധികളുണ്ടാവും. പിന്നെ പറയുന്നത് ഉറ്റവർ നഷ്ടപ്പെട്ട ശ്രുതിയിന് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ. ശ്രുതിക്ക് സർക്കാർ ജോലി കിട്ടി എന്നുള്ളൊരിതായിരുന്നു. ഇന്നലെയൊക്കെ വാർത്തകളിലൊക്കെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. ദുരന്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വേട്ടയാടിയ ചുരൽമല മുണ്ടക്കൈ ഉരുൾബാധിത മേഖലയിലെ ശ്രേയസ് നിവാസിലെ ശ്രുതി ഇനി സർക്കാർ ഉദ്യോഗസ്ഥ. ഇന്നലെ LDF നേതാക്കൾക്കൊപ്പം വയനാട് കളക്ട്രേറ്റിലെത്തി ADM കെ ദേവകി മുമ്പാകെ രജിസ്റ്റർ ഒപ്പിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. പൊതുജന പരാതി വിഭാഗത്തിൽ PG സെൽ ക്ലർക്കായാണ് നിയമനം. നമ്മുടെ ഏത് വിഭാഗത്തിലാണെന്നുള്ളതാണ്. പൊതുജന പരാതി വിഭാഗത്തിന് PG സെൽ ക്ലർക്കായാണ് നിയമനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ, അമ്മ, സഹോദരി ഉൾപ്പെടെയുള്ളവർ നഷ്ടപ്പെട്ടിരുന്നു. നമ്മൾ എല്ലാവരും കണ്ട ശ്രുതി ഭയങ്കര ഒരു വാർത്തയായ ഒരാളാണ്. പക്ഷെ അവർക്ക് താങ്ങായിട്ടുണ്ടായിരുന്ന ഒരാളും കൂടെ ലാസ്റ്റ് അവസാനം മരിച്ചു. ഭയങ്കര ഒരു ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. ആ ഒരു 1-2 മാസങ്ങൾക്കിടയിൽ മുഴുവനായിട്ട് ട്രാജഡികൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു അപ്പം ഒരു താങ്ങായിട്ട് സർക്കാർ ഏതായാലും കൂടെ നിന്നൊരു സർക്കാർ ജോലി കൊടുത്തു. ആശ്രയമായി ഉണ്ടായിരുന്നത് പ്രതിശ്രുത വരൻ ജെൻസൺ മാത്രമായിരുന്നു. ജെൻസൺ വാഹന അപകടത്തിൽ മരിച്ചതോടെ തീർത്തും ഒറ്റപ്പെട്ടു. ആ അപകടത്തിൽ ശ്രുതിക്കും സാരമായി പരിക്കേറ്റിരുന്നു. കാലുകൾക്ക് പൊട്ടലേറ്റതിനാൽ ഇപ്പോഴും നടക്കാനായിട്ടില്ല. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായിരുന്നു. ദുരന്തത്തിന് ശേഷം ജാലയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ജാലയിൽ എന്തോ ജോലി സ്ഥലത്തേക്ക് ആയിരിക്കും. ഓക്കെ. ശ്രുതിയെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. അന്ന് ജെൻസൺ പറഞ്ഞ വാക്കുകളൊക്കെ എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്പർശിച്ചായിരുന്നു. കാര്യം ഞാൻ ഉള്ളിടത്തോളം കാലം കൈവിടത്തില്ല, പിന്നെ ഒരു വീട് സ്വന്തമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം കാര്യം ജെൻസന്റെ ജോലി അത്തരത്തിലൊരു ജോലി എന്തുവാണ്, എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാവുന്നതാണെന്നൊക്കെ ഇങ്ങനെ അപ്പം അറം പറ്റിയ വാക്കുകളെന്നൊക്കെ ഒരുപാട് പരാമർശങ്ങളുണ്ടായിരുന്നു. 1-2 തവണ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജീവിതത്തിലോട്ട് പിന്നെ തിരിച്ചു വന്നൊരു രീതിക്കൊക്കെ ജെൻസൺ പറഞ്ഞിരുന്നു. അപ്പം അതിനുശേഷം ആ വാക്കുകൾ അറം പറ്റി പോവുക തന്നെ ചെയ്തു. കാര്യം ഒരു വാഹനാപകടത്തിൽ ജെൻസനും മരിച്ചു. എല്ലാവരും കേരളം ഒട്ടാകെ പ്രാർത്ഥനയോടെ ഇരുന്നു. ശ്രുതിയുടെ പ്രതിശ്രുത വരൻ തിരിച്ച് ജീവിതത്തിലോട്ട് വരട്ടെ. ഒരു ജീവിതം ആ ഒരാൾ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നത് മരിച്ചു. പിന്നെ പോയിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന സ്വർണവും പൈസയും എല്ലാം ഈ പറഞ്ഞ ചൂരൽമല അപകടത്തിൽ ഉരുൾപൊട്ടലിൽ അതെല്ലാം പോയി. അപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായിരുന്നു ജെൻസൺ. ആ ജെൻസന്റെ വാക്കുകളിലും അതുണ്ടായിരുന്നു. ഉള്ളിടത്തോളം കാലം സുരക്ഷിതയായി കൊണ്ട് നടക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയും ഒരു വീടും ഒക്കെ വേണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത്
എല്ലാം മറം പറ്റി പോയി ലാസ്റ്റ്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ കൂടെ നിന്നു എന്നുള്ളതാണ്. സർക്കാർ ജോലി കൊടുത്തു. ഇനിയിപ്പോൾ അതിൽ നിന്ന് സ്വന്തമായിട്ട് ഉപജീവനം ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോഴും ആ അപകടത്തിൽ നിന്ന് ശ്രുതിയും തിരിച്ചു വന്നിട്ടുള്ള കാര്യം കാലിനൊക്കെ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ദുരന്തത്തിന് ശേഷം മേപ്പാടി സെൻറ് ജോസഫ് സ്കൂളിലായിരുന്നു ഹയർ സെക്കൻഡറി പഠനം. കൽപ്പറ്റ ഡെക്കാൻ ITയിൽ DTP ഡിപ്ലോമയും നേടി. നിലവിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. സംസ്ഥാന സഹകരണ ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ CK ശശീന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി EJ ബാബു, HSVK ഷാജി, PG സെൽ ജൂനിയർ സൂപ്രണ്ട് K ഗീത എന്നിവർ സന്നിഹിതരായിരുന്നു. അവരോടൊപ്പം ആ ഒരു ഇതിൽ എന്തായാലും പ്രതിസന്ധി ഘട്ടത്തിൽ സുരക്ഷിതമായ ജോലി നൽകിയ സർക്കാരിന് നന്ദി. ഈ നിമിഷം കൂടെ ഉണ്ടാകേണ്ടിയിരുന്ന പലരും ഇന്നില്ല. പല ഘട്ടങ്ങളിലായി ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട്, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി അറിയിക്കുന്നുണ്ട് ശ്രുതി, സർക്കാർ കൂടെ നിന്നതിന്. കാര്യം നമുക്കൊരു ജോലി കിട്ടുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ കുടുംബവും നമ്മൾ വേണ്ടപ്പെട്ടവരും നമ്മുടെ കൂടെ വേണമെന്നുണ്ടാവും. പക്ഷെ അവരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് വഴിവെട്ടി പോകേണ്ട ഒരാളാണ് എന്ന് ഉള്ളതും കൂടെ ശ്രുതി കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർക്കാരിന് പ്രത്യേകം നന്ദിയും പറയുന്നു. എന്തായാലും ഇനി ഒരു നല്ലൊരു ജീവിതം അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് കുറച്ച് ദിവസമായിട്ട് നമുക്കറിയാം സിറിയയിലെ യുദ്ധം അപ്പോൾ ഒരുപാട് പെട്ടെന്നുണ്ടായത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യ, യുക്രൈൻ, ഗാസ, ഇസ്രയേൽ അങ്ങനെയൊക്കെ വരുമ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോഴും സിറിയയിലെ യുദ്ധം പെട്ടെന്നുണ്ടായതാണ്. അപ്പോൾ സിറിയയിലെ US ഇസ്രായേൽ ആക്രമണം ഭരണമാറ്റം മുതലെടുക്കാൻ ISO ശ്രമിക്കുമെന്ന് ബൈഡൻ. ആയുധശേഖരങ്ങൾ തകർത്ത് ഇസ്രായേൽ. അപ്പോൾ അസാദ് സർക്കാരിൻ്റെ ഭരണം നഷ്ടമായതിന് പിന്നാലെ സിറിയയിലെ IS താവളങ്ങളിൽ US ആക്രമണം. നിലവിൽ ഭരണമാറ്റം മുതലെടുക്കാൻ IS ശ്രമിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് അനുമതി നൽകിയത്. അപ്പം ജോ ബൈഡൻ ആക്രമണത്തിന് അനുമതി നൽകിയത് നിലവിലെ ഭരണമാറ്റം മുതലെടുക്കാൻ IS ശ്രമിക്കുന്നത് ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു. അപ്പോൾ ISനെ തിരിച്ചു വരാൻ അനുവദിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞിരുന്നു. US എൻഫോഴ്സിലെ B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബറുകൾ, F-50 ഈസ്റ്റ്രക്, ഇംഗിൾസ് A-10 തണ്ടർബോൾട്ട് 2 എന്നീ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. സിറിയയിലെ സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തു. സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽ ഉടൻ ഇടപെടില്ലെന്നാണ് US അറിയിച്ചത്. അപ്പോൾ സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽ ഉടൻ ഇടപെടില്ലെന്ന് US അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതേസമയം സിറിയയിലെ ആയുധശേഖരങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും ആക്രമണം നടത്തി. അപ്പോൾ ഈ സിറിയയിലെ ആയുധശേഖരങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇസ്രായേലും ആക്രമണം നടത്തിയിരുന്നു. സുവേദയിലെ ഗൽഗലാം എയർബോസ്, ദാര ഗവർണറേറ്റിലെ സൈറ്റുകൾ, ദമസ്കസിലെ സെഹ് എയർബേസ് എന്നിവിടങ്ങളിലെ ആയുധ ഡിപ്പോകളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. സിറിയയിലെ ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തുന്ന ഭയത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ സിറിയയിലെ അത്യാധുനിക ആയുധങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകളിലെ ആയുധങ്ങൾ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നും IDF പ്രതികരിച്ചു. ഇതിനു പുറമെ ഗോലാൻ കുന്നുകളുടെ നിയന്ത്രിത പ്രദേശങ്ങളുടെ ഒരു ഭാഗം ഇസ്രായേൽ കൈവശപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഗോലാൻ കുന്നുകളിലെ ഒരു സുരക്ഷിത മേഖല പിടിച്ചെടുക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവ് നൽകിയതായിട്ടും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 50 വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് സിറിയയുടെ അതിർത്തി കടന്ന് ഇസ്രായേൽ സേനാ വിന്യാസം നടത്തുന്നത്. അപ്പോൾ 50 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് സിറിയയുടെ സേനാവിന്യാസം സിറിയയുടെ അതിർത്തി കടന്നിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഹിസ്ബുള്ളക്കെതിരായ നടപടിയുടെ നേരിട്ടുള്ള ഫലമാണ് അസാദിന്റെ പുറത്താക്കലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അസാദിന് നേരിട്ടുള്ള പിന്തുണ നൽകുന്നവരാണ് ഹിസ്ബുള്ള. ബഷറിന്റെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെന്ന് ഗ്രഹിച്ചുള്ളവർക്കുള്ള മറുപടിയാണ് വിമത നീക്കമെന്നും ഇസ്രായേലിന്റെ അതിർത്തിയിൽ ശത്രുക്കൾക്ക് ഇടം നൽകില്ലെന്നും നെതന്യാഹു പറഞ്ഞു. അപ്പം വീണ്ടും സിറിയയില് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇസ്രായേലും അതിന്റെ ഇടയ്ക്ക് അവരുടെ ആയുധശേഖരണം ലക്ഷ്യമിട്ട് ഇസ്രായേലും ആക്രമണം നടത്തുകയാണ്. പിന്നെ ഇന്നലെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അസാദ് പുതിയ സംരക്ഷണത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി. സിറിയയിൽ ഇസ്രായേൽ
അപ്പോൾ വിമത അട്ടിമറിയെ തുടർന്ന് ഞായറാഴ്ച സിറിയയിൽ നിന്നും കടന്ന പ്രസിഡന്റ് ബഷാർ അൽ അസാദിനും രാഷ്ട്രീയ അഭയം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്ലോവ് സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരായ തീരുമാനപ്രകാരമായിരുന്നു ഇത്. എന്നാൽ അസാദ് എവിടെയുണ്ടെന്ന് പെസ്ലോവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അസാദ് എവിടെയുണ്ടെന്നുള്ള കാര്യത്തിൽ ഇതുവരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. അത് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതായത് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം റഷ്യയിൽ സിറിയൻ സ്ഥാപനാധികാരിയാലയത്തിൽ വിമതരുടെ പതാക ഉയർത്തി സിറിയയിലെ റഷ്യയുടെ സേനാതാവളത്തിൽ വിമതരുമായി ചർച്ച ചെയ്യുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചു. 2011 മുതൽ 2016 വരെയുള്ള ആഭ്യന്തര കാലത്തും അതിനുശേഷം അസാദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ. അപ്പോൾ 2011 മുതൽ 2016 വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്തും അസാദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ എന്ന് പറയുന്നു. അപ്പോൾ അസാദിന്റെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയയിൽ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാനി തിങ്കളാഴ്ച പറഞ്ഞു. അപ്പോൾ അസാദിനെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയയിലെ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാനി പറയുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് പലായനം ചെയ്തവർ സമാധാനത്തിലുള്ള ഭാവി പ്രതീക്ഷിച്ച് അയൽരാജ്യങ്ങളിൽ നിന്നും സിറിയയിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ സിറിയയിൽ ഇത് വരുമ്പോഴത്തേനും ഇന്ത്യ സ്ഥിതിഗതികളെ നിരീക്ഷിച്ച് വരികയാണ്. ബട്ട് സിറിയയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ് ഇന്ത്യ. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡമസ്കസിലെ സ്ഥാപനാധികാരിയാലയം അവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ സിറിയൻ സമൂഹത്തിലെ എല്ലാവരുടെയും താല്പര്യങ്ങളും പ്രതീക്ഷകളും പ്രതിദാനം ചെയ്യുന്ന സമഗ്രവും സമാധാനപരമായ രാഷ്ട്രീയ നടപടികളാണ് ഇന്ത്യ നിർദ്ദേശിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അപ്പം ഇവിടെ സിറിയയിലെ ഇന്ത്യക്കാരുടെ അവസ്ഥ, ഇന്ത്യക്കാരെ സുരക്ഷിതമാക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അവിടെ അവർ ഡെമസ്കസിലെ സ്ഥാനപതി കാര്യാലയമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ അവരുടെ ഈ സിറിയൻ സമൂഹത്തിലെ ഇന്ത്യക്കാരുടെ ഇത് കൂടുതൽ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യ കൈക്കൊള്ളുന്നുണ്ട്. ഇതിനകത്ത് ഗൊലാനിയുടെ ലക്ഷ്യം US അംഗീകാരം. HDSന് ഇപ്പോൾ ഭീകരബന്ധമില്ലെന്ന് തലവൻ അബു മുഹമ്മദ് അൽ ഖൊലാനി. രാഷ്ട്രീയക്കാരൻ എന്ന പ്രതിച്ഛായയും അതുവഴി അന്താരാഷ്ട്ര പിന്തുണയും ലക്ഷ്യം. സർക്കാരിന്റെ രാസായുധങ്ങൾ ദുരുപയോഗിക്കില്ല, സൈനിക കേന്ദ്രങ്ങൾ തെറ്റായ കൈകളിൽ എത്തിക്കില്ല, സിറിയയിലെ ആയുധ കേന്ദ്രങ്ങളുടെ നിരീക്ഷണത്തിന് അന്താരാഷ്ട്ര സഹകരണത്തിന് തയ്യാറാണെന്നും ഗൊലാനി. ഇറാന്റെ ഇടപെടൽ ഇനി അനുവദിക്കില്ലെന്നും ഇസ്രായേലിനെയും US ബേസുകളെയും ആക്രമിക്കാനുള്ള ഹബ്ബാക്കി സിറിയയെ ഇറാൻ മാറ്റിയെന്നും വിമർശനമുണ്ട്. പിന്നെ ഡമാസ്കസിലെ ഉമായാത്ത് പള്ളിയിൽ വെച്ച് ജലാനി നടത്തിയ വിജയപ്രസംഗത്തിന് വൻ ജനപിന്തുണയുണ്ട്. അഹ്മദ് ഷറാ എന്ന യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നു. പാശ്ചാത്യ രീതിയിലേക്ക് വസ്ത്രധാരണം മാറ്റി. മാത്രമല്ല ഭൂഗർഭ തടവറകൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഒരിത് പറയുന്നുണ്ട്. സിറിയയിൽ ഇന്നലെയും ജനം തെരുവിലായിരുന്നു. എതിരാളികളെ അടിച്ചമർത്താൻ അസദ് സർക്കാർ ഉപയോഗിച്ച രഹസ്യ ജയിലുകളും ഭൂഗർഭ തടവറകളും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ജനക്കൂട്ടം. തടവറകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കുകയാണ് ലക്ഷ്യം. രഹസ്യ ജയിലുകളെപ്പറ്റി വിവരം നൽകുന്നവർക്ക് സിവിൽ ഡിഫൻസ് ഗ്രൂപ്പായ വൈറ്റ് ഹെൽമെറ്റ്സ് $3000 പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ രഹസ്യ അറകളിൽ പെട്ടുവയ്ക്കുന്നവരെ രക്ഷിക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ആ രഹസ്യ ജയിലുകളെപ്പറ്റി വിവരം നൽകുന്നവർക്ക് സിവിൽ ഡിഫൻസ് ഗ്രൂപ്പായ വൈറ്റ് ഹെൽമെറ്റ്സ് $3000 പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു മറ്റേ സിനിമ ഓർമ്മ വരുന്നത് ടേക്ക് ഓഫോ. അതിനതുപോലെ യുദ്ധങ്ങളും അതിലപ്പുറമാണ് ഇവര് ശരിക്കും റിയൽ ലൈഫിൽ അനുഭവിക്കുന്നത് ആൾക്കാർ. കാരണം പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു യുദ്ധമാണ് സിറിയയിലേത്. ഇപ്പൊ നമ്മൾക്കറിയാം ഗാസയിലെ യുക്രൈനിലൊക്കെ യുദ്ധം എത്രത്തോളം. കാരണം ഗാസയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെയാണ് അവരെയൊക്കെ കൊല്ലുന്നത്, ഒരു മനസാക്ഷി ഒന്നുമില്ലാതെ. വെറുതെ ബോംബിട്ടും പൊട്ടിത്തെറിപ്പിച്ചല്ലേ നമ്മൾ സിനിമയിൽ കാണുന്നത് നമ്മൾ റിയൽ ആയിട്ട് അവർ അനുഭവിക്കുകയാണ്. അപ്പം സിറിയയിലെ എത്രയും പെട്ടെന്ന് യുദ്ധം അതിന്റെ ഓരോ ദിവസം കഴിയുന്നവരും ഓരോ രീതിക്ക് വരികയാണ്. അത് അവസാനിക്കുന്നില്ല. അപ്പം എത്രയും പെട്ടെന്ന് ഒരു നടപടി സർക്കാർ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറൊരു ന്യൂസാണ്, മോദിയും അദാനിയും ഒന്നാണ്, അഭിമുഖം നടത്തി രാഹുൽ. പാർലമെന്റിലെ മഗദ്വാറിൽ മോദിയും അദാനിയും ഒന്നാണ് മുദ്രാവാക്യമുയർത്തി ഇന്ത്യ സഖ്യം പ്രതിഷേധിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ളവർ പങ്കെടുത്തു. മോദിയുടെയും അദാനിയുടെയും മുഖംമൂടി ധരിച്ച് എംപിമാരായ ഖാർഗെ, ശിവാജി ബന്ധപ്പയും മണിക്കം ടാഗോറുമായി രാഹുൽ തമാശ അഭിമുഖം നടത്തി. പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിപക്ഷം നടത്തിയ സമരത്തെയും രാഹുൽ ഗാന്ധി തമാശ അഭിമുഖത്തെയും കടന്നാക്രമിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എത്തി.
തൻ്റെ പ്രസക്തി നിലനിർത്താൻ ശ്രമിക്കുന്ന ഹാസ്യ ചക്രവർത്തിയാണ് രാഹുൽ എന്ന് പ്രധാൻ പരിഹസിച്ചു. അപ്പം മോദിയും അദാനിയും ഒന്നാണെന്ന് രാഹുൽ ഒരു തമാശ രൂപേണ ഒരു അഭിമുഖം നടത്തി. അപ്പം അങ്ങനെ ഒരു ടോക്ക് നമ്മൾ ഉണ്ട് ഇപ്പം. കാരണം അദാനി ഇപ്പോൾ കൂടുതലും അദാനിയുടെ ആണെങ്കിലും കൂടുതൽ സ്വത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ മോദി സപ്പോർട്ടാണ്. അദാനി സഹകരിച്ച് മുന്നോട്ട് അതെ, ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അദാനിയും സംഭാവന ചെയ്യും. അതുപോലെ പ്രധാനമന്ത്രി രാജ്യത്തെ ശതകോടീശ്വരൻ, അങ്ങനെ രണ്ടുപേരും ഇതായിട്ട് ചെയ്യുന്നതൊന്നും അങ്ങനെ ഒരു ന്യൂസ് ഓൾറെഡി ഉണ്ട്. അപ്പം അതിനെതിരെ തമാശ രൂപേണ അഭിമുഖം നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം കുറേ പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു, അദാനിക്കെതിരായിട്ടുള്ള കേസുകളിലൊന്നും മോദി പ്രതികരിക്കുന്നില്ല, അദാനിക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന തരത്തിലൊക്കെ. അപ്പോൾ അതൊരു തമാശ രൂപേണ ഒരു അഭിമുഖം നടത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനോട് ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചേ തീരുള്ളൂ എന്ന് ഇതിൽ പറയാണ്. അത് ഇതുപോലെയൊക്കെ തന്നെ നമ്മളിപ്പോൾ ബംഗ്ലാദേശിലെ കലാപവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധവും ആശങ്കയും നേരിട്ടറിയിച്ച് ഇന്ത്യ. ഇന്നലെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇക്കാര്യം അധികൃതരെ അറിയിച്ചത്. ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദുമായും വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജഷീം ഉദ്ദീനുമായും മിശ്ര ചർച്ച നടത്തി. ഇസ്കോൺ ഉൾപ്പെടെ മതസ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ ആക്രമണം ആവർത്തിക്കുന്നത് ഖേദകരമാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. ഇടക്കാല സർക്കാരിന്റെ തണുപ്പൻ നടപടി അംഗീകരിക്കാനാവില്ല. അതേസമയം ബംഗ്ലാദേശുമായി ക്രിയാത്മകവും പരസ്പര സഹകരണത്തോടെയുമുള്ള ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് മിശ്ര വ്യക്തമാക്കി. സഹകരിച്ചുള്ള ഒരു ബന്ധമാണെന്നാണ് പറയുന്നത്. പരസ്പരം എന്ന് വെച്ചാൽ ഒരു പ്രശ്നങ്ങളും യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ സഹകരിച്ചുള്ള ഒരു ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നാണ് മിശ്രി വ്യക്തമാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിലെത്തിയ ആദ്യ ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് മിശ്രി. കഴിഞ്ഞ ആഴ്ചയും രാജ്യത്ത് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. നദീജലം പങ്കിടൽ, വ്യാപാരം, ഗതാഗത കരാറുകൾ തുടങ്ങി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ബംഗ്ലാദേശ് താൽപര്യം പ്രകടിപ്പിച്ചു. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് മിശ്രി ചൂണ്ടിക്കാട്ടി. ഏത് ചർച്ചയ്ക്കാണെങ്കിലും അനുകൂലമായ സാഹചര്യം അത്യാവശ്യമാണ്. കാര്യം ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ വെട്ടാൻ നിൽക്കുന്ന രീതിക്കാണെങ്കിൽ നമുക്ക് ഒരു അനുകൂല ചർച്ചയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ മൊത്തം ആക്രമണങ്ങൾ അഴിച്ചു വിടുന്നൊരു രീതി. അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല, ഒത്തുപോകാനാണ് എന്നുള്ള രീതിക്കാണ് മിശ്രി പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷ ആക്രമണങ്ങളിൽ ഇന്ത്യക്കാർ അസ്വസ്ഥരാണെന്ന് മിശ്രി ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജഷീം ഉദ്ദീനോട് വ്യക്തമാക്കി. ആക്രമണങ്ങൾക്ക് വർഗീയ സ്വഭാവമാണ്. ഇസ്കോൺ ഹിന്ദുമത നേതാക്കൾക്കെതിരായ ആക്രമണങ്ങൾ രാഷ്ട്രീയ കാരണത്താലല്ല. ബംഗ്ലാദേശ് അന്താരാഷ്ട്ര മര്യാദ നിലനിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം. ചില രാഷ്ട്രീയ മത നേതാക്കളും ഇടക്കാല സർക്കാരിലെ സുപ്രധാനികളും ഇന്ത്യ വിരുദ്ധ പ്രസംഗം തുടരുന്നത് ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിന്മയിദാസിനെതിരെ വീണ്ടും കേസുണ്ട്. ഹിന്ദു പുരോഹിതനും ഇസ്കോൺ മുൻ അംഗവുമായ ചിന്മയ് കൃഷ്ണദാസിനും അനുയായികൾക്കുമെതിരെ വീണ്ടും കേസ്. ദാസിന്റെ അറസ്റ്റിന് പിന്നാലെ ഉണ്ടായ സംഘർഷങ്ങളുടെ പേരിലാണ് കേസ്. ദാസാണ് മുഖ്യപ്രതി. ദാസിന്റെ 164 അനുയായികൾക്കും തിരിച്ചറിയാത്ത 500ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. നവംബർ 26 ചിറ്റഗോങ് കോടതി പരിസരത്ത് വെച്ച് ദാസിന്റെ അനുയായികൾ തന്നെ ആക്രമിച്ചെന്ന ഹെഫാസത്ത് ഇസ്ലാം പ്രവർത്തകന്റെ പരാതിയിലാണ് കേസ്. ദാസ് ചിറ്റഗോങ്ങിലെ ജയിലിലാണ്. എന്തായാലും ബംഗ്ലാദേശിനോട് ഇന്ത്യ പറഞ്ഞേക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചേ തീരുള്ളൂ എന്നുള്ള രീതിക്കാണ്. എല്ലാത്തിനും ഇങ്ങനെയൊന്നും പറയുന്നുണ്ട്. ഇന്ത്യ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ, പക്ഷെ അവരത് മൈൻഡ് ആക്കുന്നില്ല. ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ആ പ്രതിസന്ധിയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഇന്ത്യ പറയുന്നുണ്ട്. അതെ, ഒരു ഒത്തുതീർപ്പില്. പക്ഷെ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവര്. അതാണ്. പിന്നെ വേറൊരു ന്യൂസാണ്, അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന് മുഖ്യമന്ത്രി. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ നാളുകൾ നമ്മൾ കേരളത്തെ അവഗണിക്കുകയാണ്, വയനാട് ദുരന്തത്തിൽ അവഗണിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സർക്കാർ കറക്റ്റായിട്ടുള്ളൊരു തുക എത്രയാണ് ചിലവാക്കുന്നത്, അങ്ങനെ വയനാട് ദുരന്തത്തിൽ എത്ര രൂപ ചിലവായി, എത്ര വേണം, അങ്ങനെ കണക്കുകൾ കറക്റ്റായിട്ട് കോടതിയെ ബോധിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ റിപ്പോർട്ട് വൈകിയതിനാലാണ് വയനാട് പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വയനാടിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അപ്പോൾ കേരളത്തിന്റെ റിപ്പോർട്ട് വൈകിയതിനാലാണ് വയനാട് പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് പിണറായി വിജയൻ. അപ്പോൾ വയനാടിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ് അമിത്ഷായുടെ പ്രസ്താവന. രേഖാമൂലം ആവശ്യപ്പെടാത്തതെന്ന മറ്റു ദുരന്തബാധിത സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിച്ചു. ഓക്കെ, അപ്പോൾ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ മറ്റു ദുരന്ത മേഖല സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലാണെങ്കിലും ഒരുപാട് അധികം കേരളത്തിനെ മാത്രം അവഗണിച്ചു എന്നുള്ള രീതിക്ക് ദുരന്തം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും ദുരന്തം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ അവരെ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ മറ്റു സംസ്ഥാനങ്ങളെ വളരെയധികം സഹായിക്കുകയുണ്ടായി. എന്നിട്ട് പോലും കേരളത്തെ അവഗണിക്കുകയായിരുന്നു. ദുരന്തം അത്രത്തോളം വലുതല്ലെങ്കിൽ അത് കേന്ദ്രം അത് പറയണം. എന്ത് കുറവാണ് കേരളത്തിനുള്ളതെന്ന് വ്യക്തമാക്കിയാൽ തിരുത്താം. വയനാടിന്റെ കാര്യത്തിൽ ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ചും അമിത്ഷാ മുമ്പ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്നവർക്ക് പോലും കേരളത്തിന്റെ വികാരം ഉൾക്കൊള്ളുന്നില്ലെന്ന് BJP നേതാവ് V. മുരളീധരന്റെ പ്രസ്താവനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രി വന്നു പോയിട്ട് 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടും കേന്ദ്ര സംഘം വന്നിട്ടും മാസങ്ങളായി. ₹1 പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ചൂരൽമലയിലെ അപകടത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടെ വരുവൊക്കെ ചെയ്തായിരുന്നല്ലോ, സഹായമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ട് പോലും ഒരു ഇതുമില്ല. അത് വളരെയധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി വന്ന്. അത് മാത്രമല്ല കുറെ പേരോട് ആശുപത്രിയിൽ വന്നിട്ടും അവരെ സഹായിക്കാനും അങ്ങനെ കുറെ പറഞ്ഞു. അതൊക്കെ ഒരുപാട് നമ്മള് ചാനലിലൊക്കെ നമ്മള് ഒരുപാട് കണ്ടതാണ്, ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ. കുട്ടികളുടെ അടുത്തൊക്കെ ഇരുന്ന് പിന്നെ അത് കുടുംബത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. അതിന് എല്ലാവരും സഹായിക്കാന്ന് പറഞ്ഞതും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് കേരളം പറയുന്നത് അല്ലേ? പിന്നെ കേരളത്തിന്റെ റിപ്പോർട്ട് വൈകിയത് കൊണ്ടാണെന്നാണ് അമിത്ഷാ പറയുന്നത്. വയനാട് പാക്കേജ് നൽകാൻ താമസിച്ചത്. എന്താണെന്ന് നോക്കാം. പിന്നെ മറ്റൊരു ന്യൂസാണ്. ബഷാർ ബർഹൂം വെളിച്ചം കണ്ടു മരണവിധിയുടെ തലേന്നാണ്. അതായത് വിധിയുടെ തലേ ദിവസം തന്നെ അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. അതെ, ഭൂഗർഭ തടവറയിൽ എഴുത്തുകാരൻ ബഷാർ ബർഹൂം ഞായറാഴ്ച ഉണർന്നത് ആയുസിന്റെ അവസാന ദിനത്തിലേക്കായിരുന്നു. അപ്പൊ 7 മാസത്തെ ജയിൽവാസത്തിനൊടുവിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപുള്ള അവസാന പകൽ. വധശിക്ഷയ്ക്ക് തന്നെ കൊണ്ടുപോകാൻ വരുന്ന ജയിൽ ജീവനക്കാരുടെ കാലടികൾ അടുത്തു വരുന്നു. മരണത്തിന്റെ കാലടി വെച്ച തടവറയ്ക്ക് മുന്നിലെത്തിയ അവർ താഴെ തുറന്നു. ബർഹൂമിനോട് പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രനായിരുന്നു പൊയ്ക്കോളൂ. അതെ, ഒരു അത്ഭുതം പോലെയാണ്. വധശിക്ഷയ്ക്ക് അവര് താഴെ വരെ തുറന്നു. എന്നിട്ട് ബർഹൂമിനോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. അവിശ്വസനീയമായതോടെ ബർഹൂം നിലവിളിച്ചു. തടവറയുടെ ഇരുളിൽ നിന്ന് പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് ഓടിയിറങ്ങി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിലിലായതിനു ശേഷം ആദ്യമായി സൂര്യപ്രകാശം കാണുന്നു. ജീവിതം നീട്ടിക്കിട്ടിയിരിക്കുന്നു. അതിനിടെ അയാൾ പോക്കറ്റിൽ വെറുതെ പരതുന്നുണ്ടായിരുന്നു. ജയിലിലാകുമ്പോൾ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിന് വേണ്ടി ഭാര്യയും മക്കളെയും വിളിക്കാൻ ഒരു വഴി തേടി. കൊടിയ പീഡനത്തിനും മനുഷ്യക്കുരുതിക്കും കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവറകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് ഭരണം പിടിച്ചെടുത്ത വിമത സൈന്യം തുറന്നുവിട്ടത്. അപ്പം കൊടിയ പീഡനത്തിനും മനുഷ്യക്കുരുതിക്കും കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവറകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് ഭരണം പിടിച്ചെടുത്ത വിമതർ സൈന്യം തുറന്നുവിട്ടത്. ഇതിൽ അസാദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ കൊടും കുറ്റവാളികൾ വരെയുണ്ട്. അപ്പൊ ഇതിൽ അസാദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ കൊടും കുറ്റവാളികൾ വരെയുണ്ട്. അപ്പൊ കശാപ്പുശാല എന്നറിയപ്പെടുന്ന സെയ്താനിയ പട്ടാള ജയിലിൽ നിന്നും വനിതാ തടവുകാർ കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ട് ഓടിയിറങ്ങുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. അപ്പം ഇതോടെ ഈ ജയിൽ ലോകശ്രദ്ധ നേടി. ഒട്ടേറെ തടവുകാരെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ജയിൽ വളപ്പിനുള്ളിൽ വലിയ ശ്മശാനവും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജയിൽ അങ്ങനെ എന്താ ഒരു ഭീകരത.
സത്യം പക്ഷെ നമുക്ക് എല്ലാം ഇമാജിനേഷൻ അല്ലേ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം രാവിലെ ഒരു രാത്രി കഴിഞ്ഞു, ആ ഒരു രാവിലെ എണീക്കുമ്പോഴും ഇതെന്റെ അവസാനത്തെ ദിവസമാണല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ വന്നിട്ട് പറയുന്നു താങ്കൾ സ്വതന്ത്രനായി എന്ന് പറയുന്നു. സന്തോഷം. പുറത്തിറങ്ങിയിട്ടും ഫോൺ തിരക്കുന്നു. എന്തിനാ? ഭാര്യയെയും മക്കളെയും വിളിക്കാൻ വേണ്ടിയിട്ട്. 13 വർഷം നീണ്ട ആഭ്യന്തര പോരാട്ടത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് ആസാദ് കുടുംബത്തിന്റെ അരനൂറ്റാണ്ടിലേറത്തെ നീണ്ട ഭരണം അവസാനിച്ചത്. അപ്പൊ എന്തായാലും ഒരുപാട് പേരെ അവര് വിട്ടയച്ചിട്ടുണ്ട്. പക്ഷെ അതില് ന്യായമുണ്ടോ നമുക്കറിയില്ല. പക്ഷെ എന്നാലും ശരിക്കും ഒരു സിനിമ പോലെ എനിക്ക് തോന്നുന്നു. എന്നാ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ത്രീകളെയും പറയുന്നുണ്ട് അല്ലെ, കുട്ടികളുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഓടി പുറത്തിറങ്ങുന്നത്. വളരെയധികം പ്രചരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതുപോലെ ശ്മശാനം ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഒരു ശ്മശാനം. എന്നാൽ കുറച്ച് പേരെ ഇതുവരെയും കണ്ടിട്ടില്ല. വർഷത്തിനുള്ളിൽ അവർ ഒരുപാട് പേരെ കൊല്ലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, ജയിലിനുള്ളിൽ വെച്ച് തന്നെ. അപ്പൊ അവരൊക്കെ കൊല്ലപ്പെട്ട് കാണും എന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സന്തോഷമായി. എന്താണെങ്കിലും കാരണം മരിക്കാൻ പോകുന്ന അതെ ശരിയാ, സത്യം. ഓക്കെ, പിന്നെ അടുത്തൊരു ന്യൂസാണ്. വിഴിഞ്ഞം BGF തിരിച്ചടവ് കേന്ദ്രം കേരളത്തോട് പക പോക്കുന്നു എന്ന് മുഖ്യമന്ത്രി. പൊതുവെ മൊത്തം പക. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ VGF തിരിച്ചടവം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കേരളത്തോടുള്ള പകപോക്കൽ സമീപനത്തിന്റെ തുടർച്ചയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്രത്തിന് വലിയ ലാഭവിഹിതം സംസ്ഥാനം നൽകേണ്ടി വരും. ഇല്ലെങ്കിൽ VGF വേണ്ടെന്ന് വെച്ച് 817 കോടി രൂപ കേരളം സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ട അവസ്ഥയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓക്കെ, അപ്പം കേന്ദ്രം നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്രത്തിന് വലിയ ലാഭവിഹിതം സംസ്ഥാനം നൽകേണ്ടി വരും. ഓക്കെ, അപ്പൊ കേന്ദ്രം നിബന്ധന അംഗീകരിക്കുകയാണെങ്കിൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്രത്തിന് വലിയ ലാഭവിഹിതം സംസ്ഥാനം തന്നെ നൽകേണ്ടി വരും. അപ്പൊ അത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ 817 കോടി രൂപ കേരളം സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ടതായ അവസ്ഥയും വരും. അപ്പൊ ഇതുവരെ കേന്ദ്ര സർക്കാർ VGFന്റെ കാര്യത്തിൽ സ്വീകരിച്ചു പോകുന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഉണ്ടായത്. ഒറ്റത്തവണ ഗ്രാന്റ് എന്ന നിലയ്ക്കാണ് VGF വിഭാവനം ചെയ്തത്. തൂത്തുകുടി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ ഗ്രാന്റായാണ് നൽകുന്നത്. എന്നാൽ വിഴിഞ്ഞത്തിന് നൽകുന്ന VGF സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ കണക്കാക്കി 20% വീതം സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ച് ഏതാണ്ട് 10,000-12,000 കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പം VGF ലഭ്യമാകുന്നതിനുള്ള കരാർ ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാർ അദാനി കമ്പനി തുക നൽകുന്ന ബാങ്ക് തമ്മിലാണ്. അപ്പോൾ VGF ലഭ്യമാകുന്നതിനുള്ള കരാർ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാരും അദാനി കമ്പനി തുക നൽകുന്ന ബാങ്കും തമ്മിലാണ്. അപ്പോൾ എന്നാൽ തിരിച്ചടയ്ക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണമെന്നാണ് വിചിത്രമായ നിബന്ധന. ഓക്കെ, അപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള കരാറും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണമെന്നാണ് കരാർ. അപ്പോൾ രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴും സംസ്ഥാനത്തിൻ്റെ മേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നത്. അപ്പോഴും കേന്ദ്രം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. മിതമായ കണക്കുകൂട്ടലിൽ പോലും വിഴിഞ്ഞം പദ്ധതി വഴി കേന്ദ്ര സർക്കാരിന് വർഷം 60,000 കോടി രൂപ അധിക വരുമാനമായി ലഭിക്കും. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് മേൽ അധിക ബാധ്യത ചുമത്താൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ കേന്ദ്രം കേരളത്തിനോട് പക പോക്കുന്നല്ലേ? അതായത് മിതമായ കണക്കുകളിൽ പോലും, അതായത് മിതമായ ഒരു കണക്ക് കൂട്ടലിൽ പോലും കേന്ദ്രത്തിന് വരുന്ന 6,000 കോടി രൂപയുടെ ലാഭമാണ് വരുന്നത്. എന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിന് മേൽ അമിതമായിട്ടുള്ള തുക അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ. എന്നാൽ കേരളത്തിന് വേണ്ട സഹായങ്ങളൊന്നും ചെയ്യുന്നുമില്ല. അതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പിന്നെ എന്താണ്? ഗർഭിണികളുടെ കൂട്ടമരണം IV ഫ്ലൂയിഡിന്റെ പാർശ്വഫലങ്ങളെന്ന് സൂചന. അത് കർണാടക ബെല്ലാരിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രസവ വാർഡിൽ ഗർഭിണികളുടെ കൂട്ടമരണത്തിന് പിന്നിൽ IV ഫ്ലൂയിഡിന്റെ പാർശ്വഫലങ്ങളാണെന്നാണ് സൂചന. 3 ദിവസത്തിനിടെ 5 ഗർഭിണികളാണ് മരിച്ചത്. അപ്പം 3 ദിവസത്തിനിടെ 5 ഗർഭിണികളാണ് മരിച്ചത്. നവംബർ 9 മുതൽ 11 വരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരാണ് മരിച്ചത്. ഈ 3 ദിവസത്തിൽ 34 സ്ത്രീകൾ പ്രസവിച്ചതിൽ 7 പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പം ഈ 3 ദിവസത്തിൽ 34 സ്ത്രീകൾ പ്രസവിച്ചതിൽ 7 പേർക്കാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. കിഡ്നിയിലടക്കം ഗുരുതര മുറിവുകളാണ് കാണുന്നത്. അപ്പോൾ കിഡ്നിയിലടക്കം ഗുരുതരമായിട്ടുള്ള മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്തായിരുന്നു നേരത്തെ ഇങ്ങനെ 5 പേര്.
ഇവരിൽ 5 പേർ മരിച്ചു. മറ്റ് 2 പേർ അത്യാസന്ന നിലയിലാണ്. റിങ്ങേഴ്സ് ലാക്ട്രേറ്റ് എന്ന IV ഫ്ലൂയിഡ് നൽകിയ ശേഷമാണ് ഇവർക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മരിച്ച സ്ത്രീകളെല്ലാം അപകട സാധ്യതയുള്ള ഗർഭിണികളുടെ വിഭാഗത്തിലായിരുന്നില്ല. ഇവർക്കെല്ലാം സിസേറിയൻ ആയിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം സംസ്ഥാനത്തെ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലെല്ലാം സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. സോഡിയം ലാക്ട്രേറ്റ് ഇഞ്ചക്ഷനാണ് റിങ്ങേഴ്സ് ലാക്ട്രേറ്റ്. ഇത് രക്തസമ്മർദ്ദം കുറവുള്ള ആളുകൾക്ക് നൽകുന്ന ഇഞ്ചക്ഷനാണ്. ഇലക്ട്രോലൈറ്റ് കൗണ്ട് നിലനിർത്താനാണിത്. അപകട സാധ്യതയുള്ള മരുന്നല്ല. എന്നാൽ ബെല്ലാരിയിൽ വിതരണം ചെയ്ത മരുന്ന് ഗുണനിലവാരമില്ലാത്ത വസ്തുതകൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും അതിനാലാകാം ദുരന്തം ഉണ്ടായതെന്നാണ് നിഗമനം. അപ്പം ഗുണനിലവാരമില്ലാത്ത മരുന്നാണ് അവർക്ക് കൊടുത്തത്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗർഭിണികളുടെ കൂട്ടമരണത്തിന് വഴിതെളിച്ചതെന്നാണ് നിഗമനം. ബംഗാൾ ആസ്ഥാനമായുള്ള പശ്ചിമ ബംഗാൾ ഫാർമസ്യൂട്ടിക്കലിൽ നിന്നാണ് മരുന്ന് ഉൽപ്പാദിപ്പിച്ച് നൽകിയത്. സംഭവം വിവാദമായതോടെ വിശദമായ അന്വേഷണത്തിന് 4 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും ഒരു വിവാദമായ കാര്യം IV ഫ്ലൂയിഡിന്റെ പാർശ്വഫലങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടമരണത്തിന് കാരണം എന്നാണ് പറയുന്നത്. കർണാടകയിലെ ബംഗളൂരു സംഭവിച്ചതായിരുന്നു. ഒരു ആശുപത്രിയിൽ തന്നെ 5 പേര് കൂട്ടമരണം സംഭവിച്ചത് കൂടാതെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ലാത്ത രീതിക്ക് മോശം ആരോഗ്യസ്ഥിതി ഉള്ളവരും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ പ്രത്യേകിച്ചും ഗർഭിണികൾക്ക് കൊടുക്കേണ്ട പ്രത്യേക പരിഗണനകളൊക്കെ ഉണ്ട്. അത് കൊടുക്കും. മരുന്നിൻ്റെ കാര്യത്തിലാണേലും കെയറിൻ്റെ കാര്യത്തിലാണേലും അപ്പോൾ അത് ആ ഒരു രീതിക്ക് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. അവര് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നിട്ട് പോലും ആ സെക്ഷനിലല്ല അവർ ഇട്ടിരുന്നത്. അപ്പം അതൊരു പ്രശ്നമാണ്. പിന്നെ കിഡ്നിയിലടക്കം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവയവങ്ങൾക്ക്, ആന്തരിക അവയവങ്ങൾക്കൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധക്കുറവാണ്. പിന്നെ മരുന്ന് ഗുണനിലവാരമില്ലാത്ത മരുന്നുമായിരിക്കും. അപ്പൊ ഒന്ന് ഓർത്തോ. അപ്പൊ ആ മരുന്നിന്റെ പാർശ്വഫലമാണ് ഇത്തരത്തിൽ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. കാര്യം ഗർഭിണികളെ സംബന്ധിച്ചപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി അബോർഷൻ ആവുകയൊക്കെ ചെയ്യും. അപ്പം ഒന്ന് ഓർത്തോക്കണം, കൂട്ടത്തോടെ 5 പേരാണ് ഒറ്റയടിക്ക് മരിച്ചത്. അവരുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. അതെ. അപ്പം വേറൊരു ന്യൂസാണ്. സോണിയയ്ക്ക് സൊറോസ് ഫൗണ്ടേഷനുമായി ബന്ധമെന്ന് BJP. കാശ്മീരിനെ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായി ജോർജ് സൊറോസ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമായി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന ആരോപണമായി BJP. പാർലമെന്റിൽ ഏറെ വാദപ്രതിവാദങ്ങൾക്ക് ആരോപണം കാരണമായി. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റായി സോണിയാഗാന്ധി എന്നതായിരുന്നു BJP ഉയർത്തിയ ആരോപണം. ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന സംഘടനയാണ് FDL-MP എന്നും BJP ആരോപിച്ചു. സൊറോസ് ഫണ്ട് ചെയ്യുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് സാലിൻ ഷെട്ടി രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തതായും BJP MP നിഷികാന്ത് ദുബെ ആരോപിച്ചു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രമുഖ വ്യവസായി ഗൗതം അദാനി എന്നിവർക്കെതിരെ വാർത്തകളിലും പ്രചരണങ്ങളിലും US-ന് പങ്കുണ്ടെന്ന് BJP ആരോപിച്ചിരുന്നു. എന്നാൽ BJPയുടെ ആരോപണം US തള്ളുകയായിരുന്നു. അപ്പൊ സോണിയയ്ക്ക് സൊറോസ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് BJP. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം കാശ്മീരിനെ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായി ജോർജ് സൊറോസ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമായിട്ടാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് BJP ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ BJP ആരോപണം ഉയർത്തുന്നതാണ്. അപ്പോൾ അതിന് ഇത്രമാത്രം വസ്തുതയുണ്ടെന്ന് നമുക്കറിയില്ല. അടുത്ത നമുക്ക് സിനിമാ വിശേഷത്തിലോട്ട് പോകാം. 29 ആണ്ടിന് ശേഷം രജനിയും അമീർ ഖാൻ്റെയാണ്. അപ്പോൾ 29 വർഷത്തിന് ശേഷം സൂപ്പർതാരങ്ങളായ രജനീകാന്തും അമീർ ഖാനും ഒരുമിക്കുന്നു. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമയിലൂടെയാണ് ഇരുവരും ഒരുമിക്കുന്നത്. രാജസ്ഥാൻ ജയ്പൂരിൽ കൂലിയുടെ ലൊക്കേഷനിൽ അമീർ ജോയിൻ ചെയ്തുവെന്നാണ് വിവരം. കൂലിയിൽ നിർണായക വേഷത്തിൽ അമീർ ഖാൻ എത്തുന്നു. 1995 പുറത്തിറങ്ങിയ ആതങ്ക് എന്ന ഹിന്ദി ചിത്രത്തിൽ രജനീകാന്തും അമീറും ഒരുമിച്ചിട്ടുണ്ട്. അപ്പം ആ 1995 പുറത്തിറങ്ങിയ ആതങ്ക് എന്ന ഹിന്ദി ചിത്രത്തിന് ശേഷം 29 വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തും അമീർ ഖാനും കൂടെ വീണ്ടും കൂലി എന്ന സിനിമയിലൂടെ ഒരുമിക്കുകയാണെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ റാമും ജാനകിയും അവരുടെ കാര്യമാണ്. പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ റാമും ജാനകിയുമായി വിജയ് സേതുപതിയും
തൃശ്ശയും വീണ്ടും എത്തുന്നു. പ്രേംകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച 96 സിനിമയുടെ രണ്ടാം ഭാഗം ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കും. വിജയ് സേതുപതിയും തൃശ്ശയും മികച്ച പ്രകടനം അടയാളപ്പെടുത്തിയ സിനിമയാണ് 96. കേരളീയ പ്രേക്ഷകരുടെയും മനം കീഴടക്കി. 96-ന് ശേഷം പ്രേംകുമാർ സംവിധാനം ചെയ്ത് കാർത്തി അരവിന്ദ് സ്വാമി ചിത്രം മെയ്യഴകിനും മികച്ച അഭിപ്രായമാണ് നേടിയത്. 96-ലെ പാട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ പറയുമ്പോൾ വരുന്നു. അപ്പോൾ അത് വീണ്ടും അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയെന്നാണ്. റഹ്മാന് പകരം സായി അഭയൻകർ, സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ AR റഹ്മാന് പകരം സായി അഭയൻകർ. ചിത്രത്തിന്റെ സംഗീതമൊരുക്കാൻ AR റഹ്മാനെയാണ് നിശ്ചയിച്ചത്. എന്നാൽ റഹ്മാൻ പിന്മാറിയതാണോ ഒഴിവാക്കിയതാണോ എന്ന് വ്യക്തമല്ല. തമിഴ് യുവസംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായ സായി അഭയൻകർ മികച്ച ഗായകനുമാണ്. അതായത് AR റഹ്മാനാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം ഒഴിവാക്കിയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും സായി അഭയൻകറാണ് ആ ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്ദ്രൻസ് തമിഴിലേക്ക്, മലയാളത്തിലെ ഭയങ്കര എന്താ പറയുക കോമഡി അതെ, അതുപോലെ സീരിയസ് കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഇന്ദ്രൻസ് തമിഴിൽ നിന്നാണ് പറയുന്നത്. സൂര്യനായകനാകുന്ന ചിത്രത്തിൽ ഇന്ദ്രൻസ് RJ ബാലാജി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലാണ് ഇന്ദ്രൻസ് എത്തുന്നത്. 2005-ൽ പുറത്തിറങ്ങിയ ആടും കൂത്ത് ആണ് ഇന്ദ്രൻസിന്റെ ആദ്യ തമിഴ് ചിത്രം. അപ്പം അഭിനയിച്ചായിരുന്നല്ലേ? ഒരുപാട് അഭിനയിച്ചിട്ടില്ല. പിന്നീട് 2012-ൽ ശങ്കർ സംവിധാനം ചെയ്ത നൻപന് ശേഷം ഇന്ദ്രൻസ് തമിഴിൽ അഭിനയിക്കുന്നത് ഇപ്പോഴാണ്. സൂര്യ ചിത്രത്തിൽ തൃശ്ശയാണ് നായിക. അപ്പോൾ തൃശ്ശ രണ്ടിടത്ത് വരുന്നുണ്ട്. വീണ്ടും സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. പിന്നെ സൂര്യയുടെ ചിത്രത്തിൽ വരുന്നുണ്ട്. മലയാളി താരങ്ങളായ സ്വാസിക, അനഘ രവി എന്നിവരുമുണ്ട്. ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആണ് നിർമ്മാണം. ചിത്രീകരണം പുരോഗമിക്കുന്നു പറഞ്ഞപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ദ്രൻസിനെ വേണം നമുക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ കാണാം. നമുക്കിനി സ്പോർട്സ് പേജിലോട്ട് പോകാം. മഞ്ഞപ്പട പച്ച പിടിക്കുമോ? ശക്തരായ ബാംഗ്ലൂരുവിനെതിരെ നന്നായി പോരാടിയ കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ 10ാം സ്ഥാനത്ത് തന്നെ ഇളക്കമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ സുനിൽ ഛേത്രിയെ പോലുള്ള താരനിരയും നല്ല കോമ്പിനേഷനുള്ള കളിക്കാരും ചേർന്ന് ബംഗളൂരു നന്നായി കളിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു തോറ്റു എന്ന് പറഞ്ഞാൽ ശരിയാകും. ഛേത്രി ഹാട്രിക് നേടി. ഒരു ഘട്ടത്തിൽ സമനിലയിൽ എത്തിയത് ആരാധകരിൽ ആവേശം സൃഷ്ടിച്ചു. അപ്പോൾ ഒരു ഘട്ടത്തിൽ കളിയിൽ സമനിലയിൽ എത്തിയത് ആരാധകരിൽ വളരെയധികം ആവേശം സൃഷ്ടിച്ചിരുന്നു. 11 ടീമുകൾ കളിക്കുന്ന പരമ്പരയിൽ കേരള 10ാം സ്ഥാനത്താണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ISLന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും താഴെ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ 11 ടീമുകളിൽ നിൽക്കുന്നതിൽ കേരളത്തിന്റെ സ്ഥാനം 10ാം സ്ഥാനത്താണ്. അപ്പോൾ ISLല് ഇതുവരെ കളിക്കുന്നതിൽ ഈ ഒരു പൊസിഷനിൽ അവർ ഇത്രയും താഴത്തേക്ക് പോയിട്ടില്ല. ടീമിന്റെ ഏറ്റവും വലിയ ദൗർബല്യം കളിയിലെ സ്ഥിരതയില്ലായ്മയാണ്. പുതിയ കളിക്കാരും പുതിയ കോച്ചും ടീമിനെ ചേർച്ചയില്ലാത്ത തലത്തിലേക്ക് എത്തിച്ചു എന്നതാണ് ശരി. ലക്ഷക്കണക്കിന് ആരാധകരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച മഞ്ഞപ്പടയുടെ കാവ്യഭംഗി നഷ്ടപ്പെടാതെ നോക്കാൻ ബന്ധപ്പെട്ടവർക്കും ബാധ്യതയുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി പച്ച പിടിക്കുമെന്നാണ്. കാരണം അവര് മഞ്ഞപ്പട അപ്പം അപ്പം അവര് കളിച്ച് പുതിയ കോച്ചും അതുപോലെ പുതിയ കളിക്കാരും തമ്മിലൊരു ഇതില്ലെന്നാണ് പറയുന്നത്. അതാണ് പ്രധാന കാരണം, അവരുടെ തോൽവിക്കുള്ള കാരണമായിട്ട് പറയുന്നത്. പിന്നെ അവർ ബാംഗ്ലൂരിനെതിരെ നന്നായിട്ട് തന്നെ കളിച്ചു പോരാടിയെന്നും പറയുന്നുണ്ട്. അപ്പം നോക്കാം, ഇനിയിപ്പോൾ പച്ച പിടിക്കുമോ നമുക്കറിയത്തില്ല. ബാറ്റ് എടുത്താലും ഷമ്മി ഹീറോയാണ്. ഷമ്മിയുടെ ബാറ്റിംഗ് മികവിൽ ബംഗാളിന് ജയം. സയ്യദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ മുഹമ്മദ് ഷമിയുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ പിൻബലത്തിൽ ബംഗാൾ ക്വാർട്ടറിൽ. ഇന്നലെ നടന്ന മത്സരത്തിൽ ചണ്ഡീഗഡിനെ 3 റൺസിന് കീഴടക്കിയാണ് ബംഗാൾ ക്വാർട്ടർ ഉറപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത് ബംഗാൾ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് നേടി. മറുപടിക്ക് ഇറങ്ങിയ ചണ്ഡീഗഡിന്റെ വെല്ലുവിളി 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസിൽ അവസാനിച്ചു. നേരത്തെ അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി കത്തിക്കയറിയ ഷമി 17 പന്തിൽ 32 റൺസ് നേടി ബംഗാളിന്റെ വിജയത്തിൽ നിർണായക സംഭാവന നൽകുകയായിരുന്നു. 3 4-ഉം 2 6-ഉം ഉൾപ്പെടെയാണ് ഷമിയുടെ ഇന്നിംഗ്സ്. ഒരു ഘട്ടത്തിൽ 114-8 എന്ന നിലയിലായിരുന്നു. ബംഗാളിലെ 9ാം വിക്കറ്റിൽ പ്രദീപ്ത പ്രമാണിക്കൊപ്പം 19 പന്തിൽ 28 റൺസിന്റെയും തകർക്കപ്പെടാത്ത 10ാം വിക്കറ്റിൽ സയൻ ഘോഷിനൊപ്പം 10 പന്തിൽ 21 റൺസിന്റെയും കൂട്ടുകെട്ടുണ്ടാക്കി ഷമ്മി നല്ല സ്കോറിലെത്തിച്ചു. ഇതിൽ സയന്റെ സംഭാവന 1 റൺസാണ്.
1 റൺസാണ് സയൻ്റെ സംഭാവന. ബംഗാളിൻ്റെ ടോപ്പ് സ്കോർ 31 റൺസ് എടുത്ത കരൺലാലാണ് ജഗ്ജീത് സിംഗ് ചണ്ഡീഗഡിനായി 4 വിക്കറ്റ് വീഴ്ത്തി. തുടർന്ന് ബൗളിങ്ങിലും തിളങ്ങിയ ഷമ്മി 1 വിക്കറ്റും വീഴ്ത്തി. സയൻ ഘോഷ് 4 വിക്കറ്റ് എടുത്തു. അപ്പോൾ ഷമ്മി ബാറ്റ് എടുത്താൽ ഹീറോയാണെന്നുള്ള രീതിക്കാണെന്നാണ് പറയുന്നത്. ബാറ്റ് എടുത്താലും ഷമ്മി ഹീറോയാടാ മറ്റേ നമ്മുടെ സിനിമയുടെ വെച്ചിട്ട് പറയുന്നത്. മികച്ച പിന്നെന്താ, സിറാജിന് പിഴ, ഹെഡിന് ശിക്ഷ. അഡ്ലെയ്ഡിൻ്റെ മറ്റേ പിങ്ക് ബോൾ ടെസ്റ്റിനിടെ പരസ്പരം കോർത്ത ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിനും ഓസ്ട്രേലിയൻ ബാറ്റർ ദ്രാവിഡ് ഹെഡിനുമെതിരെ അച്ചടക്ക ലംഘനത്തിനെതിരെ നടപടിയെടുത്ത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇരുവർക്കും ഓരോ ഡിമെറിറ്റ് പോയിന്റ് വീതം നൽകി. സിറാജ് മാച്ച് ഫീസിന്റെ 20% പിഴയായി അടയ്ക്കണം. ഹെഡ് പിഴയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ. അഡ്ലെയ്ഡ് ഓവലിൽ ഓസ്ട്രേലിയയുടെ 1-ാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി ബാറ്റിംഗ് തുടരുകയായിരുന്ന ഹെഡിനെ സിറാജ് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത്. ഇരുവരും കുറ്റം സമ്മതിച്ചതായും മാച്ച് റഫറി രഞ്ജൻ മധുകലെ നിർദ്ദേശിച്ച ശിക്ഷ അംഗീകരിച്ചതായും ICC വ്യക്തമാക്കി. അപ്പോൾ പിഴ കൊടുത്തായിട്ടാണ്, ശിക്ഷ കൊടുത്തായിട്ടാണ് പറയുന്നത്. പിങ്ക് ബോൾ ടെസ്റ്റിനിടെ പരസ്പരം കോർത്ത. അപ്പോൾ പിന്നെ വേറൊരു ന്യൂസ്, ലങ്കയെ ശാമ്പലാക്കി പരമ്പര തൂത്തുവാരി ദക്ഷിണാഫ്രിക്ക. ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര ദക്ഷിണാഫ്രിക്ക തൂത്തുവാരി. അവസാന മത്സരത്തിൽ 109 റൺസിന്റെ വിജയമാണ് ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയത്. 348 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 238-ന് ഓൾ ഔട്ടായി. അപ്പോൾ 348 റൺസ് വിജയലക്ഷ്യമായിരുന്നു ശ്രീലങ്ക പിന്തുടർന്നത്. അപ്പോൾ 238-ന് ഓൾ ഔട്ടായി. ദക്ഷിണാഫ്രിക്കയ്ക്കായി കേശവ് മഹാരാജ് 5 വിക്കറ്റുമായി തിളങ്ങിയപ്പോൾ കാഗിസോ റബാഡ, ഡാൻ പാറ്റേഴ്സൺ എന്നിവർ 2 വീതം വിക്കറ്റുകൾ നേടി. മാർക്കോ യാൻസൺ 1 വിക്കറ്റും സ്വന്തമാക്കി. ഇതോടെ പരമ്പര 2-0 പോർട്ടിസ് പട കൈക്കലാക്കി. ഓക്കെ. അപ്പം ലങ്കയെ ചാമ്പലാക്കി പരമ്പര ദക്ഷിണാഫ്രിക്ക. പിന്നെ വേറൊരു ന്യൂസാണ്, 12-ൽ തന്ത്രം പിഴച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷിനെതിരെ ഡിങ് ജയം. ചൈനീസ് താരത്തോട് തോൽവി വഴങ്ങി ഇന്ത്യയുടെ ഗുകേഷ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ചൈനയുടെ ഡീൻ ലിറൻ 12-ാം ഗെയിമിൽ വിജയം നേടി. ഇതോടെ പോയിന്റ് 6-6 എന്ന നിലയിലായി. ഞായറാഴ്ച 11-ാം ഗെയിമിൽ ഗുകേഷ് വിജയം സ്വന്തമാക്കിയിരുന്നു. 22 നീക്കങ്ങൾ അവസാനിക്കുമ്പോൾ തന്നെ മത്സരത്തിൽ ഡിങ് ലിറൻ വ്യക്തമായ മേൽക്കൈ നേടിയിരുന്നു. 39-ാം നീക്കത്തോടെ ഗുകേഷ് മത്സരം അവസാനിപ്പിച്ചു. 1-ാം പോരാട്ടം ലിറൻ ജയിച്ചപ്പോൾ 3-ാം പേരിൽ ജയം പിടിച്ചത് ഗുകേഷ് തിരിച്ചു പിടിച്ചിരുന്നു. 10-ാം മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ തുടരെ 7 പോരാട്ടങ്ങളാണ് ഒപ്പത്തിനൊപ്പം എത്തിയത്. ആകെ 14 ഗെയിമുള്ള ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇനി 2 ഗെയിമുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 7.5 പോയിന്റ് ആദ്യം നേടുന്ന ആൾ ജേതാവാകും. അപ്പം ഇത് ലോക ഗുകേഷിന് 6-6 എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പത്തെ 11-ാമത്തെ ഇതിൽ ഗുകേഷ് വിജയിച്ചു. ഇപ്പം ഇതിന് വന്നപ്പോൾ ഡിങ് ലിറൻ ജയം കൈവരിച്ചു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇനിയില്ലേ 7.5 പോയി ആർക്ക് നേടുന്നവര് വിജയിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ന്യൂസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതെ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക. അതെ. അടുത്ത ദിവസം വീണ്ടും കാണാം.